ഇവിടെ നല്ല മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നു. രാവിലെ പല സമയങ്ങളിലായിരുന്നു കൊണ്ട് കർത്താവിനെ നമുക്കിതുവരെയും ദൈവത്തിന്റെ സ്നേഹം, അതാണല്ലോ ടോം ബ്രദറും പറഞ്ഞത്, ദൈവത്തിന്റെ സ്നേഹം നമ്മളെ തേടി വരുന്ന സ്നേഹം. മുമ്പേ പറഞ്ഞ സാക്ഷ്യത്തിൽ പറയൂലേ, നമ്മള് കർത്താവിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പേ നമ്മുടെ അമ്മയുടെ ഉദരത്തിലാകുമ്പോൾ തന്നെ അതിനു മുമ്പേ തന്നെ നമ്മളെ അറിയുന്ന ദൈവം, അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന ദൈവം. നമ്മള് അധികം ആയിട്ടില്ല, നമ്മുടെ ചെറുപ്പം മുതലേ ക്രിസ്ത്യൻ എന്നുള്ള ഇതിലാണെങ്കിൽ പോലും അതിലുപരിയായിട്ട് നമ്മളെ കർത്താവിനെ അറിഞ്ഞു കഴിയുമ്പോൾ എന്തുമാത്രം അവന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കുവാനും ഒരുക്കമുള്ളവരായിട്ടാണ് ഉള്ളവരെയൊക്കെയും കേൾക്കുവാനും കാണുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. അതാണ് ദൈവത്തിന്റെ സ്നേഹം. നമ്മള് ദൈവത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും നമ്മളെ അന്വേഷിച്ച് തേടി വരുന്ന സ്നേഹം. നമ്മൾ കേട്ടില്ലേ പത്രോസിനോട്, ഇവയിലൊക്കെ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു. നമ്മളാണെങ്കിൽ ഒരാൾ മൈൻഡ് ചെയ്യാതിരുന്ന വീണ്ടും നമ്മുടെ മനുഷ്യ സ്വഭാവം അനുസരിച്ച് നമ്മൾ ആ ഭാഗത്തോട്ട് പിന്നെ ആളിനെ ശ്രദ്ധിക്കത്തില്ല. അങ്ങനത്തെ ഒരു രീതിയാ മനുഷ്യന് കൂടുതലും. എന്നാൽ അതിലൊക്കെ ഉപരിയായിട്ട് ദൈവം നമ്മളെ സ്നേഹിച്ചു. അവന്റെ കൃപ, അവന്റെ സ്നേഹം, ഇത് ഒത്തൊരുമിച്ച് പോകുമ്പോൾ വേദപുസ്തകത്തിലെ കഥാപാത്രങ്ങൾ ഒരുപാട് പലരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും മുമ്പേ പാട്ട് പാടി പറഞ്ഞില്ലേ, തേനിലും മധുരമാ. അപ്പൊ ഞാനത് രുചിച്ചു നോക്കി. എന്റെ ജീവിതത്തില് അത് തിരിച്ചറിയാനായിട്ട് ഉണ്ടല്ലോ നമ്മളിൽ പലരും. അങ്ങനെയാണ്. അതാണ് ദൈവത്തിന്റെ സ്നേഹം. അവരെ തേടി വന്നു, ക്രൂശിച്ചു. എന്നാൽ അവര് ഓർത്തു ഇവിടെ രാജ്യം സ്ഥാപിക്കും. നമ്മളതൊക്കെ വേദഭാഗത്തിലുള്ളതല്ലേ, പുതിയ നിയമത്തില്. ഇവിടെ രാജ്യം സ്ഥാപിക്കും, അവിടെ സ്ഥാനങ്ങളും അവരെ ഓരോ മന്ത്രിസഭ രൂപീകരിക്കുന്നത് പോലെ അതിനകത്തൊക്കെ സ്ഥാനം വേണം. എന്റെ ഇടത്തും വലത്ത് ഇരിക്കാനായിട്ട് ഞങ്ങൾ വരം നൽകണം, ഇതൊക്കെ പറഞ്ഞവരാ. അപ്പോ അവസാനം വന്നപ്പോൾ ദൈവം യേശുക്രിസ്തുവിൽ കാൽവറിയിലെ യാഗമായി തീർന്നു, മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മളെയൊക്കെ വീണ്ടെടുക്കുവാൻ വേണ്ടി. ഒരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പോഴവർക്ക് നിരാശയായില്ലേ. അവര് പിന്നെ എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇതില് ചെതറിപ്പോയി. എന്നിട്ടും അവര് പഴയ ജോലിക്ക് പോയെന്നുള്ളതാണ്. മീൻ പിടിക്കാൻ പോയി, ഒന്നും കിട്ടാത്ത സാഹചര്യങ്ങൾ കേട്ടതുപോലെ. അപ്പോഴും തേടി വരിക, അവർക്ക് പ്രാതൽ ഒരുക്കിയിട്ട് കാത്തിരിക്കുന്ന ദൈവം. അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് മറന്ന് ജീവിക്കാനായിട്ട് ഒരിക്കലും കഴിയത്തില്ല. പാപപങ്കലമായ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുമ്പേ പറഞ്ഞതുപോലെ അവന്റെ തന്ത്രശാലിയായിട്ട് ഓരോരുത്തരെയും സമീപിക്കും. അപ്പൊ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാനായിട്ട് ദൈവത്തിന്റെ കൃപയും സ്നേഹവും നമുക്ക് കിട്ടണം. അതിന് ദൈവം ഇടയാക്കണം. യോനാ പ്രവാചകനെ നമുക്കറിയാമല്ലോ, നിനവേയിലേക്ക് വിട്ടു. അപ്പൊ യോന എന്തുകൊണ്ടാണ് മടിച്ചത്? വെറുതെ തർശീസിലേക്ക് അങ്ങ് പോകാനുള്ള കപ്പൽ കയറി. യോനായ്ക്ക് അറിയാം, ഈ ദൈവത്തെ കൂടുതലായിട്ട് അറിയാവുന്നതുകൊണ്ട്. ദൈവം ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവം, അവരെ അങ്ങനെ ശിക്ഷിക്കത്തില്ല. പിന്നെ ഞാനിത് പറഞ്ഞിട്ട് എന്നാ കാര്യം എന്നുള്ള രീതിയിലായിരിക്കാം പോയതേ. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം നമ്മളെ എപ്പോഴും തേടി വന്നുകൊണ്ടിരിക്കുക. മുമ്പേ ടോം പറഞ്ഞതുപോലെ ദൈവസ്നേഹത്തിന്റെ വലയത്തിലായി കഴിയുമ്പോൾ നമുക്ക് ഈ കാണുന്ന ഒന്നും വേണ്ട. ഈ ലോകത്തിലെ മോഹങ്ങളോ ഇതിലെ സമ്പത്തുകളോ ഇതിലെ സൗഭാഗ്യങ്ങളെ കുറിച്ചൊന്നും കൂടുതൽ ചിന്തിക്കാൻ പോലും അവസരം വരത്തില്ല. നമുക്ക് ആ ഒരു സാന്നിധ്യബോധം, യേശുവിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തെക്കാൾ വലിയവൻ അല്ലേ. നമ്മള് വെളിപാട് പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട്, സ്വർഗത്തെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ടല്ലോ. എന്നാല് അവിടെ ഇരിക്കുന്നവൻ, ഇതിലൊക്കെയും വലിയവനായ ദൈവം യേശുക്രിസ്തു നമ്മളെ വീണ്ടെടുത്ത ആ ദൈവം കഴിഞ്ഞേ ഉള്ളൂ മറ്റു കാര്യങ്ങളൊക്കെ, മറ്റു സുഖ സൗകര്യങ്ങളൊക്കെ. പലരും പറയും ഈ ലോകത്തിലെ അവർക്ക് നല്ല സൗകര്യമാണ്, അല്ലെങ്കിൽ ഈ ലോകത്തിലെ സൗകര്യങ്ങളെല്ലാം ഉണ്ട്, അവര് ഒരുപാട് പണം ഉണ്ട്, അല്ലെങ്കിൽ സമ്പത്തുണ്ട്, എല്ലാം കൊണ്ടും നല്ല ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നല്ലത് തന്നെയാണ്, അതൊന്നും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ അതിലുപരിയായിട്ട് ദൈവത്തിന്റെ സ്നേഹവലയത്തിൽ നമ്മളായി കഴിയുമ്പോൾ അത് ഏറ്റവും മറ്റേതിനെക്കാട്ടിലൊക്കെ ഉന്നതമായ ഒരു അനുഭവമാണ്. അത് തിരിച്ചറിയാനായിട്ട് കഴിയണം. നമ്മൾ ഈ വേദപുസ്തകമായിട്ട് ഇരിക്കുമ്പോഴേ, നമ്മൾ ഉപവാസ പ്രാർത്ഥന ഇരുന്നപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, സമയം പോകുന്നത് അറിഞ്ഞില്ല. രാത്രിയിലാണല്ലോ, പകലത്തെ ക്ഷീണം കൊണ്ട് പിന്നെ ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ. 10:45 ആയപ്പോ പകല് ഒത്തിരി ജോലിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ക്ഷീണം വരും. ഞാൻ പറഞ്ഞത്, ഈ വചനവുമായിട്ട് ഇരിക്കുമ്പോൾ അല്ലെ ഫാസ്റ്റിങ് എടുത്തു കഴിയുമ്പോൾ ഏത് ഭാഗം എടുത്താലും
ആര് പറയുന്നു എന്നുള്ളതല്ല, അതിലുപരിയായിട്ട് ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ വിശപ്പും ദാഹവും എല്ലാം അങ്ങ് മറന്നുപോകും. അങ്ങനെയാണ് കർത്താവിന്റെ സന്നിധിയിൽ വസിക്കുന്നത്. കർത്താവിന്റെ ദാവീദ് രാജാവ്, ഞാനൊരു ചെറിയ സങ്കീർത്തന ഇങ്ങനെ എടുത്തപ്പം കാണുകയാണ്. 15-ാം സങ്കീർത്തനം 5 വാക്യമേ ഉള്ളൂ അതിനകത്ത്. എങ്ങനെയുള്ള മനുഷ്യരെ കുറിച്ചാ പറയുന്നത്? യഹോവയെ നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും? ദാവീദ് രാജാവ് പറയാ, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? 2 ചോദ്യമാണ്. ചോദ്യം പോലെ അത് ഇട്ടിരിക്കുന്നു, ക്വസ്റ്റ്യൻ മാർക്ക്. യഹോവയെ നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? ബാക്കി 4 വാക്യങ്ങളാ എങ്ങനെയുള്ളവരെന്ന് പറയുന്നു. നമ്മൾ എങ്ങനെയായിരിക്കണം? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. അതെ, വായിച്ചു. നാവ് കൊണ്ട് കരള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. വഷളനെ നിന്ദ്യനായി എണ്ണുകയും യഹോഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെ ഇരിക്കുന്നവൻ. ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. എങ്ങനെയായിരിക്കണമെന്നാണ് നമ്മുടെ ജീവിതം. നിഷ്കളങ്കനായി നടക്കുക, കളങ്കമില്ലാത്തൊരു ഹൃദയത്തിന്റെ ഉടമയായിട്ട് ജീവിക്കുക. നമ്മുടെ ഹൃദയത്തിൽ ഒരു പുറമെ അകമേ ചിലർ പറയും, ചിലർ 2 സ്വഭാവമുള്ളവരാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പുറമെ ഇങ്ങനെ കാണിക്കും, അകമേ ഉള്ളില് ഹൃദയപൂർവ്വം. കർത്താവ് അതുകൊണ്ടാ പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കാഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ക്ഷമിക്കണമെന്ന് കർത്താവ് പറഞ്ഞു. ഐ ആം സോറി എന്ന് പറഞ്ഞ, സാധാരണ വിദേശത്തൊക്കെയാണ് എന്തോ നമ്മളൊരാളെ ഒന്ന് ക്രോസ് ചെയ്ത് പോണേലും പറയും ഐ ആം സോറി, എക്സ്ക്യൂസ് മീ എന്നൊക്കെ പറഞ്ഞാ പോകുന്നത്. എല്ലാത്തിനും അങ്ങനെ പറയാറുണ്ട്. എന്നാല് കർത്താവ് പറഞ്ഞു, ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചത് അങ്ങനെ ഹൃദയപൂർവ്വം എന്റെ അവസാനത്തുള്ള രക്തം വരെയും കൊടുത്ത് നമ്മളെയൊക്കെ വീണ്ടെടുത്തത്. ആ ഒരു ബോധ്യം നമുക്കുണ്ട്. ഹൃദയപൂർവ്വം, നിഷ്കളങ്കത. അതുകൊണ്ട് കളങ്കമില്ലാത്ത ഹൃദയം. 2 സ്വഭാവമായിട്ട് നമുക്ക് ഇപ്പം ദൈവത്തെയും മാമോനെയും സേവിച്ചു പോകാനൊക്കത്തില്ലല്ലോ. അതുകൊണ്ട് ആ കർത്താവ് ആ ഒരു ഉപമ പറഞ്ഞിരിക്കുന്നത്, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. നമ്മള് കൂട്ടുകാരൻ, എന്റെ അയൽക്കാരനാര്? കൂട്ടുകാരൻ, നമ്മുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം അയൽക്കാരൻ, മറ്റുള്ളവര്. അവർക്ക് അപമാനം വരുത്തുന്ന യാതൊരു കാര്യത്തിലും ഇടപെടാതെ ഇരിക്കുക. ഇപ്പൊ നമുക്കറിയാമല്ലോ, കള്ളം പറയാം. ചില അവസരത്തിൽ കള്ളം പറയേണ്ട സാഹചര്യം വന്നെന്ന് വരാം. അപ്പൊ കുരള പറയാതെയും കള്ളം പറയാതെയും, സത്യസന്ധത എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇതെല്ലാം വരുന്നുണ്ട്. അപ്പൊ മറ്റുള്ളവർക്ക്, ഇപ്പൊ നമുക്കറിയാമല്ലോ, സോഷ്യൽ മീഡിയയിലൊക്കെ എടുത്തു കഴിഞ്ഞാല് എന്തെല്ലാം വിമർശനങ്ങളും ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുക. അപ്പൊ നമ്മുടെ സഹോദരനായിരിക്കും എല്ലാവരും. മറ്റുള്ളവരെ സ്നേഹിക്കാനാ കർത്താവ് പഠിപ്പിച്ചിരിക്കും. നിന്റെ കൂട്ടുകാരനാര്? കർത്താവ് തന്നെ ഒരു ഉപമയിൽ കൂടെ പറയുന്നുണ്ടത്. നിന്റെ അയൽക്കാരനാര്? അവനോട് കരുണ കാണിക്കുന്നവൻ, ഇട്ടേച്ച് പോകുന്നവനല്ല. നമ്മളെ കഴിവത് അവർക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നാണ് കർത്താവോട് ഉപദേശിക്കുന്നത്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുത്തുന്ന, അപമാനം വരുത്താതെ ഇരിക്കുന്നവൻ, വഷളനെ നിന്ദിനായിട്ട് എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ. ദൈവത്തിന്റെ വേലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവര്, അവര് മോശമാണെന്ന് നമുക്ക് പറയാനൊക്കെ, അവരിലും തെറ്റ് വരാം. എന്നാൽ അവരെ കർത്താവാണ് നമുക്ക് വിധിക്കാൻ അവകാശവുമില്ല, മറ്റുള്ളവരെ വിധിക്കാനോ. കാരണം അങ്ങനെയാണ് ദൈവവചനം പല ഭാഗങ്ങളിൽ അത് പറയുന്നുണ്ട്, പുതിയ നിയമത്തില്. അപ്പോൾ സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറും. നന്മകളൊക്കെ ചെയ്യും. നമ്മൾ വിചാരിക്കും, ഞാൻ ചിലപ്പോൾ ഓർത്തിട്ടുണ്ട്, ഞാനൊരു ദോഷവും ചെയ്യുന്നില്ലല്ലോ, നന്മയൊക്കെ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത്, പിന്നെ എന്തുകൊണ്ട് ദൈവമേ എന്ന് വേണേ ചിന്തിക്കാം. എന്നാൽ അങ്ങനെയല്ല. സത്യം ചെയ്തിട്ട് ഛേദം വന്നു, അതിൽ നഷ്ടം വന്നു. നമ്മൾ ഒരാൾക്ക് പണം കടം കൊടുത്തു, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്തു, അവരിൽ നിന്ന് തിരിച്ച് നമുക്കത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പ്രയാസം മാനുഷികമായിട്ട് തോന്നാം. എന്നിട്ട് ഇതിനകത്ത് വചനം പറയാ, ദാവീദ് രാജാവ് ആ പ്രാർത്ഥനയിൽ കൂടെ പറയോ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. കർത്താവിന് വേണ്ടി നമ്മളൊരു നന്മവശം ചെയ്തു, അല്ലെങ്കിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനായിട്ട്. അന്നേരം ടോം ബ്രദർ പോയപ്പോ ചില അമേരിക്ക ഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ അതിൽ പോയപ്പോ ഒരു സ്ഥലത്തൊക്കെ ചെന്നോണ്ടേ, ഒക്കലഹോമയിലോ അങ്ങോട്ട് ചെന്നോണ്ട് ചിലർ കളിയാക്കി.
അപ്പൊ അവരോട് തിരിച്ച് താങ്ക് യു പറയാനായിട്ട് കഴിഞ്ഞു. അപ്പൊ എന്നാൽ അവരുടെ മടുത്തു പോയില്ല, അവിടെ നിരാശ വന്നില്ലെന്നാ പറഞ്ഞു. അപ്പൊ നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുമ്പോൾ അത് എതിർപ്പുകളും വിദ്വേഷങ്ങളും കുടുംബത്തിൽ നിന്നും ഒക്കെ വരാം. എന്നിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെ, തനിക്കുള്ളത് അതിൽ നിന്ന് ആദായം കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൊടുക്കാതെ. അതാണ് പലിശയ്ക്ക് ബാങ്കിൽ നമ്മൾ പണം നിക്ഷേപിച്ച പലിശ കിട്ടും. ഞാന് അറബ് രാജ്യത്തായിരുന്നോണ്ട് ഒരു മുസ്ലിം സഹോദരൻ പറഞ്ഞു, പുള്ളി ബാങ്കിൽ പൈസ ഇടും. അവിടെ എന്റെ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്തയാള് മസ്കറ്റിൽ. അപ്പൊ ആ പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഒരു ദിവസം ഞാൻ ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ, അതൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ജോലിയുടെ ഇടയ്ക്ക് പറഞ്ഞപ്പം പറഞ്ഞു, പുള്ളി ബാങ്കിൽ പൈസ ഇടും പക്ഷെ പലിശ മേടിക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സഹോദരൻ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. ഞാൻ പറഞ്ഞത്, പലിശ ബാങ്കുകാരെടുത്ത് വേറെ എന്തെങ്കിലും ചാരിറ്റിക്ക് കൊടുക്കുമായിരിക്കും, എന്തോ എനിക്കറിയില്ല. ഏതായാലും ആ പണം മാത്രം അവിടെ കിടക്കും, പുള്ളിക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കും. അങ്ങനെ ഒരാളെ ഓർക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത്, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ നമ്മള് അങ്ങനെ അല്ലല്ലോ, ലാഭം കിട്ടും. എന്നാല് അമിതമായിട്ട് ഇതിനകത്ത് വചനത്തിൽ തന്നെ അമിത പലിശ വാങ്ങാതെയും പലിശ കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെ ഇരിക്കുന്നു. ഒരു തെറ്റും ചെയ്യാത്തവരെ നമുക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ വിധിക്കാൻ അവകാശമില്ല. ആരാ തെറ്റ് ചെയ്ത് നമുക്ക് അറിയത്തില്ല, അവന്റെ ഭാഗത്താണോ തെറ്റ്. നമ്മൾ ചിലപ്പോൾ ന്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ ചിലപ്പം പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവര് തെറ്റ് ചെയ്തു, അവരെങ്ങനെയാലും സമർത്ഥിക്കും. അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് മറ്റുള്ളവരെ വിധിക്കാനായിട്ട് കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെ ഇരിക്കുന്നവൻ. ഇപ്പൊ ഇന്ത്യയിൽ കൂടെ ഒക്കെ ആണെങ്കിൽ കൈക്കൂലി ഒക്കെ കൊടുത്തെങ്കിലേ കാര്യം സാധിക്കത്തുള്ളൂ എന്ന് പൊതുവായിട്ട് പറയും. എന്നാല് അതൊന്നും ഇല്ലാതെ ചെയ്യുന്നവരും വളരെ ചുരുക്കമായിട്ടുണ്ട്. ഇന്ത്യയിലെ കാര്യം ഞാൻ പറഞ്ഞത് എല്ലാ സ്ഥലത്തും നമുക്ക് ഒരു പാരിതോഷികം തരുമ്പോൾ അത് നമുക്ക് അർഹതപ്പെട്ടതാണോ എന്ന് നമ്മൾ ചിന്തിക്കുകയും അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞിരിക്കുവാനായിട്ട് കഴിയണം. എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, പുള്ളി പറയുമായിരുന്നു, മക്കളിൽ നിന്ന് പോലും പുള്ളി വാങ്ങാൻ ഇഷ്ടപ്പെടുന്നില്ല. പുള്ളിയുടെ സ്വന്തം ഇതില് അങ്ങനെ അവര് തരാമെന്ന് പറഞ്ഞിട്ടും വേണ്ട, എനിക്കിപ്പോ അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ ഒരു സഹോദരനെ എനിക്കറിയാം. ഇങ്ങനെ ചെയ്യുന്നവർ ഇത് മേളിൽ പറഞ്ഞ 3 കൂട്ടം കാര്യങ്ങൾ ചെയ്യുന്നവര് ഒരു നാളും കുലുങ്ങി പോകാൻ ദൈവം അനുവദിക്കരുത്. നമ്മള് ദൈവത്തെ അതിന്റെ സാക്ഷ്യം പറഞ്ഞതുപോലെ നമ്മളെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വിടുവിച്ച ദൈവം, നമ്മളന്ന് ദൈവത്തെ അറിഞ്ഞിട്ടില്ല. നമ്മള് അന്ന് ദൈവത്തെ കുറിച്ച് ഇപ്പോഴും നമ്മൾ പറയുക. യോബിന്റെ ഇതിനകത്ത് പറയുന്നുണ്ട്, യോബിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ നാളിൽ പഠിച്ചതാണല്ലോ. അതിനകത്ത് പറഞ്ഞു, നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകൽന്ന് അവൻ ദൈവം ആ സാക്ഷ്യപ്പെടുത്തി. എന്നിട്ടും അവസാന അധ്യായത്തില് 42 അവൻ്റെ പറയുന്നു, ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രം കേട്ടിരിക്കുന്നു, ഒന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും നമ്മളൊക്കെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇതിന്റെ മർമ്മങ്ങള്, ഇതിന്റെ ആഴം ഈ വേദപുസ്തകം നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുക. ടോം ബ്രദർ ചില കാര്യങ്ങൾ പറഞ്ഞു, അല്പസമയം പറഞ്ഞുള്ളെങ്കിലും ഇതിന്റെ ആഴം എത്ര പഠിച്ചാൽ, നമ്മൾ മറ്റ് പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് ഒരു പ്രാവശ്യം വായിച്ചാല് പിന്നീട് വായിക്കാൻ തോന്നത്തില്ല. സാധാരണഗതിയിൽ ഒരു പ്രാവശ്യം കൂടെ ആ ഒരു വായിക്കുക. ഇതെന്ന് പറഞ്ഞാല് എത്ര ആവർത്തി നമ്മൾ ഇതിൽ കൂടെ കടന്നു പോയാലും അതാണ് ദൈവത്തിന്റെ സ്നേഹം. നമ്മള് അങ്ങനെ ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ നാളുകളിൽ. ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ചെറിയൊരു ചിന്ത ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിത ശൈലി കൊണ്ട്, നമ്മുടെ ആയിരിക്കുന്ന എവിടെ ആണെന്നുള്ളതല്ല, ഏത് ടൈം സോണില് നമ്മൾ പറഞ്ഞതുപോലെ ചൂടാകാം, മഴയാകാം, തണുപ്പാകാം. ഈ പ്രകൃതി എല്ലാം ആദിമ നൂറ്റാണ്ടിൽ നമ്മുടെ ഏതെൻ തോട്ടത്തിൽ നമുക്കറിയാമല്ലോ, മഴയുടെ ആവശ്യമില്ലായിരുന്നു, എല്ലാം സുഭിക്ഷം. ദൈവ മനുഷ്യനെ അങ്ങനെ ആശ്രയിച്ചു, തന്നെ പോലെ തന്നെ തന്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനും കാലാവസ്ഥാ വ്യതിയാനമില്ല. എപ്പോഴും പകല് അവര് വസ്ത്രത്തിന്റെ ആ ഒരു എല്ലാ സാഹചര്യങ്ങളും ദൈവത്തെ പോലെ തന്നെ ആ ഒരു സാഹചര്യത്തിലാണ് മനുഷ്യനെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മളെയൊക്കെയും ആ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് നമുക്കറിയാമല്ലോ തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് വീണ്ടെടുത്തിരിക്കുന്നത്. ആ ഒരു ബോധ്യം വരുമ്പോൾ നമുക്ക് പാപത്തോട് യാത്ര പറഞ്ഞ് ജീവിക്കാനായിട്ട് സാധിക്കും. അതാണ് ദൈവവുമായിട്ടുള്ള സാമീപ്യം, വചനവുമായിട്ടുള്ള സാമീപ്യം. നമ്മൾ പേഴ്സണലായിട്ടല്ല, ഒരാള് നമ്മുടെ കർത്താവുമായിട്ട് കൂടെ ഇരിക്കുന്ന അനുഭവം ഉപവാസത്തിലൊക്കെ അതാണ്. നമുക്ക് അന്നേരം വിശപ്പും ദാഹവും സമയവും ഒന്നും നോക്കണമെന്ന് തോന്നത്തില്ല. ഇപ്പൊ സമയം എന്തോ ആയി, മറ്റേത് നമ്മളെ വിടിവിട്ടിരിക്കുമ്പോൾ നോക്കുകയോ സമയം ഇത്രയായല്ലോ, ഇനി അത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ, ഇന്നത്തെ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ
അങ്ങനെ ചെയ്ത്. എന്നാ ദൈവവുമായിട്ട് ഏകാഗ്രതയിൽ ഇരിക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെയും അകന്നിരിപ്പാനും ഒക്കെ നമുക്ക് സാധിക്കും. അതിനാണ് ആ ചിന്തകളെ ഞാൻ പറഞ്ഞത്. ദാവീദ് രാജാവ് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളാണ്. അവന്റെ സന്നിധിയിൽ വസിക്കുക, അവന്റെ പർവ്വതത്തിൽ വസിക്കുക, അവന്റെ കൂടാരത്തിൽ വാതിൽക്കാവൽക്കാരനായിട്ടിരിക്കുക, എന്നാൽ പോലും വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ ഭവനത്തിൽ നമ്മൾ ചെറിയ തിരി പോലെ, ചെറിയ നമ്മളായിരിക്കുന്ന പ്രസ്ഥാനത്തില്, നമ്മളായിരിക്കുന്ന സഭയില്, സമൂഹത്തില് ഒക്കെയും ചെറിയൊരു നാളമായിട്ട് മറ്റുള്ളവർ ഒത്തിരി കാര്യങ്ങൾ നടക്കും. എന്നാൽ അതിലൊരു ചെറിയ ദീപമായിട്ട് ഒരു മിന്നാമിനുങ്ങ് പോലെ പ്രകാശിപ്പാനായിട്ട് നമുക്ക് ഓരോരുത്തർ ഇടയാകണം. ഇന്നത്തെ കൂടിയവരോ അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കേട്ട മാറ്റമില്ലാത്ത വചനത്തിനായിട്ടും ഒക്കെ ദൈവത്തിന് നന്ദി കരയറ്റും. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ദൈവമേ, പല ഭവനങ്ങളിലായിരുന്നുകൊണ്ട് കർത്താവെ ഞങ്ങൾക്കൊന്നിച്ച് ദൈവമേ അവിടുത്തെ തൃപ്പാദത്തിൽ വീണ്ടും വരുവാനും തിരുവചനം ധ്യാനിപ്പാനും അവിടുത്തെ സ്നേഹത്തെയും കൃപയെയും ചിന്തിക്കുവാനും മനോഹരമായ ഗാനങ്ങൾ കൂടെയും ദൈവവചനത്തിൽ കൂടെ ഒക്കെ കേൾക്കുവാനും ദൈവം ഭാഗ്യം തന്നല്ലോ. ദൈവമേ, ഞങ്ങൾക്ക് ആയുസ്സിനായിട്ട് സ്തോത്രം കർത്താവേ. ദൈവം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയ സകല ചിന്താകുലവും അവന്റെ മേൽ വെച്ചുകൊള്ളുക എന്ന് അവിടെ ഞങ്ങളോട് കൽപ്പിച്ച ദൈവമാണല്ലോ. ഭാരങ്ങളും പ്രയാസങ്ങളും ഈ ലോക ജീവിതത്തിലെ രോഗങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതിന്റെ നടുവിലും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിങ്ങൾ എന്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് ഞങ്ങളോട് പറഞ്ഞ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരു ഭവനം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ഞങ്ങൾ കുറവുള്ളവരായി നിന്നെ മറന്ന് ജീവിപ്പാനിടയായിട്ടുണ്ട്. അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് ഞങ്ങളെ കഴിയുന്നതാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് വരുമ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞിരിക്കുവാനുള്ള ദൈവം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ കൂടാതെ ഞങ്ങൾക്ക് ഇവിടെ നിലനിൽപ്പാൻ സാധ്യമല്ലെന്ന് സമ്മതിക്കുന്ന കർത്താവേ, ഇന്നത്തെ ദിവസം തന്ന നല്ല കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോബിനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ മകനായിരിക്കുന്ന സ്ഥലത്ത് മകളോടൊന്നിച്ചായിരിക്കാൻ ദൈവം കൃപ കൊടുത്തല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പല ദേശത്തായിരിക്കുന്നവരുണ്ട്. എല്ലാവരും പേരുപേരായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പല രോഗത്താലും പ്രയാസത്താലും കടന്നു പോകുന്നവരുണ്ട്. എല്ലാവർക്കും ദൈവം മതിയായവനായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഇതുവരെയും അനുഗ്രഹമാക്കി തീർത്തല്ലോ കർത്താവേ. ഞങ്ങളൊക്കെയും ആയിരിക്കുന്ന ദേശത്തോട് കരുണ തോന്നണം. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നില്ല. എല്ലാം അറിയുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വീണ്ടും അടുത്ത ആഴ്ച കണ്ടുമുട്ടും വരെയും അവിടുത്തെ ചെറിയ മറവിൽ ഞങ്ങളെ ആയിരിക്കുന്ന സ്ഥലത്ത് കാത്തു പരിപാലിക്കണം. വരവിനായിട്ട് ഒരുക്കണം. പ്രാർത്ഥനയായിട്ട് കൃപയ്ക്കായിട്ട് സ്തോത്രം. മാനവും മഹത്വവും അവിടുന്ന് മാത്രം എടുക്കണം. യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ചോദിക്കുന്നു, കേൾക്കണമേ. ആമീൻ. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സവാസവും ദൈവമേ ഞങ്ങളെല്ലാവരോടും കൂടെ എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകണമേ. ആമീൻ.